ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. ഇന്ന് ഞാൻ തയ്യാറാക്കുന്നത് വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ്. പൊട്ടറ്റോ റൈസ് ബാളാണ് ഇന്ന് തയ്യാറാക്കുന്നത്. നല്ല ടേസ്റ്റിയാണ് ഇത് തയ്യാറാക്കി എടുത്ത് കഴിക്കുമ്പോൾ തന്നെ. നമുക്ക് ചൂട് ചായയോട് കൂടി കഴിക്കാൻ, നല്ല സോസൊക്കെ കൂട്ടി കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്സാണ്. അതെങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. വളരെ സിമ്പിളാണ് ഇത് ചെയ്തെടുക്കാൻ. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി ആദ്യം വേണ്ടത് ബസുമതി റൈസാണ്. ഒരു കപ്പ് ഒന്ന് ചെറിയ രീതിയിലൊന്ന് കുതിർത്തെടുക്കുക. അതിനുശേഷം പിന്നെ വേണ്ടത്, ആദ്യം നമുക്ക് മിക്സിയുടെ ചെറിയ ജാർ എടുക്കുക. അതിലോട്ട് ഒരു 3 പച്ചമുളക്, എരിവ് കുറഞ്ഞ പച്ചമുളകാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതുപോലെ തന്നെ 3 ചെറിയ ഉള്ളി, ചെറിയ ഉള്ളി ഒരു 3ഓ 4ഓ ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി അതുപോലെ തന്നെ ചെറിയ വെളുത്തുള്ളി ഒരു 4-5 എണ്ണം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അങ്ങനെ ഞാൻ ഇതിന് ഇതുപോലെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ്. നമ്മൾ നെയ്ച്ചോറൊക്കെ വയ്ക്കുന്ന നൈസ് കനം കുറഞ്ഞ അരിയുണ്ടല്ലോ, ആ അരിയാണ് എടുത്തിരിക്കുന്നത്. അത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അത് നല്ലതുപോലെ കഴുകിയതിന് ശേഷം ഞാൻ ഇതിലോട്ട് ചേർത്ത് കൊടുക്കുന്നു. ഒരു 10 മിനിറ്റ് കുതിർത്താൻ വെച്ചാലും കുഴപ്പമില്ല. അപ്പോൾ കുതിർന്നില്ലെങ്കിലും കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഇതിൽ കുറച്ച് ഐറ്റംസൊക്കെ ചേർത്ത് തയ്യാറാക്കുന്നതായതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇതുപോലെ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. നല്ലതുപോലെ അരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് തിളച്ച വെള്ളത്തിൽ ഒരു 5 മിനിറ്റ് ഇട്ടാൽ തന്നെ ഇത് നല്ലതുപോലെ കുതിർന്ന് കിട്ടുന്നതായിരിക്കും. അപ്പോൾ അതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഞാൻ മറ്റൊരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലോട്ട് ഞാൻ ഒരു പൊട്ടറ്റോ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്തൊന്ന് അവിച്ചെടുത്തതാണ്. ഇതിനെ നല്ലതുപോലെ ഒന്ന് ഇതുപോലെ കൈ ഉപയോഗിച്ച് നല്ലതുപോലെ ഒന്ന് കട്ടയൊക്കെ ഒന്ന് ഇല്ലാത്ത രീതിയിൽ ഒന്ന് ഉടച്ചെടുക്കുക. അങ്ങനെ നമ്മുടെ ഈ ഉരുളക്കിഴങ്ങിലോട്ട് ഇനി നമ്മൾ അരച്ച് വെച്ച അരിയുടെ മിക്സ് നമുക്കിതിലോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് പച്ചരി വേണമെങ്കിലും എടുക്കാവുന്നതാണ്. അപ്പോൾ കനം കുറഞ്ഞ അരിയാകുമ്പോൾ വേഗം അരഞ്ഞും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ അരി തന്നെ പറയുന്നത്. അപ്പോൾ നെയ്ച്ചോറിൻ്റെ അരി ഉണ്ടെങ്കിൽ അതെടുക്കുക, അല്ലെങ്കിൽ പച്ചരി എടുക്കുക. അപ്പോൾ ഇനി നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാനുള്ള ഏതെങ്കിലും മസാലപ്പൊടികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയോ ബിരിയാണി മസാലയോ ഏതെങ്കിലും മസാല ഉണ്ടെങ്കിൽ അത് കുറച്ചൊന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഗരം മസാല പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇനി നമുക്ക് വേണ്ടത് കോൺഫ്ലവറാണ്. അത് ഞാനൊരു 3 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ചേർത്തതിന് ശേഷം നമുക്ക് പിന്നെ ഒരു 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലെക്സ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് അതിൽ ആവശ്യത്തിനുള്ള എരിവ് ചേർത്തിട്ടുണ്ട്, പച്ചമുളക് ചേർത്തിട്ടുണ്ട്. പിന്നെ ഞാൻ 1 ടേബിൾ സ്പൂൺ റവയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് ഇത്രയും ചേർത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഒന്ന് ഒരുമിച്ച് യോജിച്ച് എടുക്കുക. കൈ ഉപയോഗിച്ച് തന്നെ നമുക്ക് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മിക്സ് നല്ലതുപോലെ മാവൊക്കെ എല്ലാം കുഴച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നല്ല ഒരു ടേസ്റ്റുള്ള ഒരു സ്നാക്സ് തന്നെയാണ്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കും നമ്മൾ റവയും കോൺഫ്ലവറും ഒക്കെ ചേർത്തത്. പിന്നെ ടേസ്റ്റിന് വേണ്ടി നമ്മളിപ്പം ബസുമതി അരിയാണ് ചേർത്തിരിക്കുന്നത്. ഇനി നമുക്ക് കുറച്ച് മല്ലിയിലയോ കറിവേപ്പില അതെന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കുറച്ച് കട്ട് ചെയ്ത് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നല്ലൊരു മണമൊക്കെ കിട്ടും. ഞാൻ നല്ല പച്ച കറിവേപ്പിലയാണ് ഇതിലോട്ട് ചേർത്തിരിക്കുന്നത്. അതും കൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ ഉപ്പ് നിങ്ങളൊന്ന് നോക്കുക, ഉപ്പ് ആവശ്യത്തിന് ഉണ്ടോ ഇല്ലേന്ന്. അപ്പോൾ ഞാനിവിടെ ആദ്യം അരിയിലോട്ട് ചേർത്തടിച്ച ഉപ്പാണ് ചേർത്തിരിക്കുന്നത്. പക്ഷേ ആ ഉപ്പിൻ്റെ അളവ് തന്നെ ഇതിലെല്ലാം ചേർന്നിട്ടുണ്ട്. നമ്മൾ പിന്നെ എക്സ്ട്രാ വേറെ ഒന്നും ചേർത്തില്ല. കുറച്ച് ഐറ്റംസൊക്കെ അതിൽ ചേർത്തുള്ളൂ. ഉള്ളി ഐറ്റം ഒന്നും ചേർത്തിട്ടില്ലല്ലോ. അപ്പോൾ ഇത് ഇത്രയും തന്നെ മതിയാകും. നമ്മുടെ മിക്സ് തയ്യാറായിട്ടുണ്ട്. ഇനി നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമേ ഇല്ല. ഇപ്പോൾ തന്നെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെ ആക്കി നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നമുക്ക് ചായ ഇടുന്ന സമയത്തിന് വേഗം തന്നെ തയ്യാറാക്കി എടുക്കാനും പറ്റും. ഞാനൊരു ബൗളിലോട്ട് കുറച്ച് പച്ചവെള്ളം വെച്ചിട്ടുണ്ട്. അതിലൊന്ന് കൈ ഒന്ന് നനച്ചതിന് ശേഷമാണ് ഞാനിതിനെ ഒന്ന് റൗണ്ട് ചെയ്തെടുക്കുന്നത്, കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ. അപ്പോൾ ഷേപ്പൊക്കെ നിങ്ങളുടെ ഇഷ്ടാനുസരണമാക്കാം. ഞാൻ ഇതുപോലെ ചെറിയൊരു ബോൾ ഷേപ്പിലാണ് ആക്കിയെടുക്കുന്നത്. അപ്പോൾ എണ്ണയുടെ ചൂട് ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കുക. മൊത്തം ഒന്ന് നല്ലതുപോലെ ആക്കുമൊക്കെ ഒന്ന് വെന്ത് കിട്ടാനാണ് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കുന്നത്.
അപ്പോൾ തീ കൂട്ടി വേഗം കരിച്ചെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലെ ഞാൻ എല്ലാം ഒരു സ്റ്റെപ്പിൽ തന്നെ പൊരിച്ചെടുക്കാനുള്ളതാണ്. ഇതിൽ ഇത്രയാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെറിയ രീതിയിൽ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. പിന്നെ ഇത് ഇളകിയൊന്നും പോകില്ല, നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ടൊന്ന് മൊരിച്ചെടുക്കാം. നമ്മളിപ്പോൾ ഉരുളക്കിഴങ്ങൊക്കെ കൂടെ ഇതിൽ ചേർത്തത് കൊണ്ട് ഇതിൻ്റെ അകമൊക്കെ നല്ല ഒരു ടേസ്റ്റാണ്. ഇതിപ്പോൾ ആവശ്യത്തിന് എരിവും ഉണ്ട്. നമ്മുടെ ചില്ലി ഫ്ലെക്സും കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടെ നമ്മുടെ നല്ലൊരു സ്നാക്സാണിത്. നല്ല ചൂട് കട്ടൻ ചായയുടെ കൂടെയൊക്കെ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ഒരിക്കലെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മുടെ ഇത് ഇത്രയും മൊരിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ മുളക് പൊടിയൊന്നും ചേർക്കാത്തത് കൊണ്ട് ഇത് തന്നെയാണ് കളറ്. നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനെ നമുക്ക് ഒന്ന് മാറ്റാം. അപ്പോൾ നമുക്ക് ചൂട് ചായയുടെ കൂടി കഴിക്കാൻ ഇത് നല്ല ഒരു ടേസ്റ്റ് ആയിട്ടുള്ളൊരു സ്നാക്സ് തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ എണ്ണയൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്, എണ്ണ ഒന്നും പിടിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഇതിനെ ഒരു പ്ലേറ്റിലോട്ട് മാറ്റുന്നുണ്ട്. നല്ല കുറച്ച് ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ സോസ് ഇല്ലാതെ നമുക്ക് ചായയുടെ കൂടെ മാത്രം കഴിക്കാനും നല്ല ഒരു ഇതാണ്. അപ്പോൾ ഞാൻ ഇതിനെ ഒന്നെടുത്ത് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. ഞാൻ ഒരു സ്നാക്സ് ഒന്ന് പൊട്ടിച്ച് കാണിക്കാം. നല്ല ചൂടുണ്ട്, അതുകൊണ്ടാണ് കൈ ഒന്ന് ഇങ്ങനെയൊക്കെ വെച്ചിരിക്കുന്നത്. നല്ല അകമൊക്കെ നല്ല വെന്തിട്ടുണ്ട്. നല്ല ഒരു ടേസ്റ്റാണ്. നമ്മുടെ ടൊമാറ്റോ സോസും കൂട്ടി കഴിക്കുക. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരാരെങ്കിലും വീഡിയോ കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനിൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ കൂടി ഒന്ന് ഓണാക്കി ഇടുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.